എല്ലാവർക്കും നമസ്കാരം. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വിജയിയായ നിക്ഷേപകരിൽ ഒരാളായ വാറൻ ബഫറ്റിന്റെ 3 ശീലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ഇതൊരു സ്റ്റോക്ക് ടിപ്പ് തരാനല്ല കേട്ടോ, അതിനേക്കാൾ വളരെ വലുതാണ് കാര്യം. ജീവിതത്തിൽ വിജയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ചട്ടക്കൂട് മനസ്സിലാക്കാനാണ്. ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് വിജയരഹസ്യം? ഒറ്റയടിക്ക് ജീവിതം മാറ്റിമറിക്കുന്ന ആ ഒരു നീക്കം ഏതാണ്? പക്ഷെ സത്യം പറഞ്ഞാല് ആ ചോദ്യം തന്നെ തെറ്റാണ്. യഥാർത്ഥത്തില് വിജയവും സാധാരണ ജീവിതവും തമ്മിലുള്ള ആ വലിയ വ്യത്യാസമില്ലേ, അതൊരിക്കലും പെട്ടെന്നൊരു ദിവസം കിട്ടുന്നൊരു കിടിലൻ ഐഡിയ കൊണ്ടുവരുന്നതല്ല. അല്ല, അത് നിങ്ങൾ ഓരോ ദിവസവും എല്ലാ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. ഒരുപാട് ചെറിയ പക്ഷേ അച്ചടക്കത്തോടെടുക്കുന്ന തീരുമാനങ്ങൾ. അവയെല്ലാം കൂടിച്ചേരുമ്പോൾ ഒരു ഭയങ്കര ശക്തിയായി മാറും. ഓക്കെ, അപ്പം നമുക്കിതിന്റെ ഉള്ളിലേക്ക് നിറങ്ങിച്ചെന്ന് നോക്കാം, അല്ലേ? ഈ പറഞ്ഞ സിസ്റ്റത്തിന് പിന്നിലൊരു അദൃശ്യ ശക്തിയുണ്ട്. അതാണ് കോമ്പൗണ്ടിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ പണത്തിന്റെ കാര്യത്തിലാണിത് കേൾക്കാറ്, അല്ലേ? പക്ഷെ സംഭവം അതല്ല. ഇത് നമ്മുടെ അറിവിനും ശീലങ്ങൾക്കും അതുപോലെ തന്നെ ബാധകമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഒരു പൈസയുണ്ട്. അതെല്ലാ ദിവസവും ഇരട്ടിക്കുകയാണ്. 5 ദിവസം കഴിയുമ്പോൾ കയ്യിലെന്താവും? വെറും 16 പൈസ. ശരിക്കും പറഞ്ഞാല് ഇതൊക്കെ എന്തിനാണെന്ന് തോന്നിപ്പോകും, അല്ലേ? ഒരു കാര്യവുമില്ലെന്ന് തോന്നും. പക്ഷേ അവിടെയാണ് ആ ഒരു മാജിക് തുടങ്ങുന്നത്. കുറച്ചുകൂടി കാത്തിരിക്കുക, ഒരു 20 ദിവസം കഴിയുമ്പോഴേക്കും എന്താവും? ആ 16 പൈസ വളർന്ന് 5000 രൂപയിൽ കൂടുതലായി മാറും. ഇനി 30ാമത്തെ ദിവസമോ അത് 50 ലക്ഷം രൂപ കവിയും. കണ്ടില്ലേ, വളരെ ചെറിയ സ്ഥിരമായ കാര്യങ്ങൾ എങ്ങനെയാണ് പതുക്കെ പതുക്കെ ഭയങ്കരമായൊരു റിസൾട്ടിലേക്ക് എത്തുന്നതെന്ന് ഇതിലും നന്നായിട്ട് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? ബഫറ്റ് ഇതിനെ ഒരു മഞ്ഞ ഗോളത്തോടാണ് ഉപമിക്കുന്നത്. ഒരു ചെറിയ മഞ്ഞക്കട്ട നമ്മൾ ഉരുട്ടിത്തുടങ്ങുന്നു, അത് വലുതായി വലുതായി വരുന്നത് പോലെ. നമ്മുടെ അറിവും ശീലങ്ങളും ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മഞ്ഞഗോളം ഉരുട്ടിത്തുടങ്ങാൻ സഹായിക്കുന്ന ആ 3 ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ശീലത്തിലേക്ക് കടക്കാം. ഒരു ഇൻഫർമേഷൻ എഞ്ചിനായി മാറുക. അതായത് ആ മഞ്ഞഗോളം ഉണ്ടാക്കാനുള്ള മഞ്ഞ് ഇവിടെ നിന്നാണ് വരുന്നത്, വായനയിൽ നിന്ന്. വെറുതെയുള്ള വായനയല്ല, ഒരു ലക്ഷ്യബോധത്തോടെയുള്ള വായന. അപ്പോൾ വായനയുടെ ലക്ഷ്യമെന്താ? വെറുതെ കുറെ കാര്യങ്ങൾ കാണാപാഠം പഠിക്കുക എന്നല്ല. അതിനു പകരം നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ ഒരു വൈജ്ഞാനിക കിടങ്ങുണ്ടാക്കുക. അതായത് ആർക്കും പെട്ടെന്നൊന്നും മറികടക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിലുള്ള അറിവ് നേടുക. ബഫറ്റ് ചെയ്യുന്നതാണ്. ഇത് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഒരു ദിവസം 500 പേജൊന്നും വായിക്കണമെന്നില്ല. നമുക്ക് 5 മണിക്കൂർ നിയമം വെച്ച് തുടങ്ങാം. സിമ്പിളാണ്. ആഴ്ചയിൽ 5 ദിവസം എല്ലാ ദിവസവും 1 മണിക്കൂർ വായനയ്ക്കായി മാറ്റിവെക്കുക. രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയോ ലഞ്ച് ബ്രേക്കിലോ അല്ലെങ്കിൽ രാത്രി TV കാണുന്നത് ഒഴിവാക്കിയോ ആ സമയം കണ്ടെത്താം. ഓർക്കുക, ഇത് നിങ്ങൾ നടത്തുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ശരി, അപ്പോൾ എന്തു വായിക്കണം എന്നൊരു ചോദ്യം വരും, അല്ലേ? അതിനൊരു വഴിയുണ്ട്. നിങ്ങളുടെ വായനയെ ഒരു പിരമിഡ് പോലെ കാണുക. അതിന്റെ ഏറ്റവും വലിയ ഭാഗം, അതായത് 50%, നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടവിഷയത്തെക്കുറിച്ചോ ആയിരിക്കണം. അടുത്ത 30% മറ്റുള്ളവരുടെ ജീവചരിത്രങ്ങൾ വായിക്കാൻ ഉപയോഗിക്കാം. ബാക്കി വരുന്ന 20% ചരിത്രം, ശാസ്ത്രം, അങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവിനായി മാറ്റിവെക്കാം. അപ്പോ വായനയാണ് നമ്മുടെ എഞ്ചിൻ എന്ന് പറഞ്ഞു. ഇനി ആ എഞ്ചിൻ ഓടിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അതാണ് നമ്മുടെ രണ്ടാമത്തെ ശീലം. നിങ്ങളുടെ സമയത്തിനു ചുറ്റും ഒരു കോട്ട പണിയുക. കാരണം സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തിരികെ കിട്ടാത്ത ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ്. ബിൽ ഗേറ്റ്സ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരിക്കൽ വാറൻ ബഫറ്റിന്റെ കാലണ്ടർ കണ്ടു. അത് ഏതാണ്ട് കാലിയായിരുന്നു. ഗേറ്റ്സിന്റെ കാലണ്ടർ ആണെങ്കിൽ മീറ്റിംഗുകളും പരിപാടികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ആ ഒഴിഞ്ഞ കാലണ്ടർ കണ്ടതാണ് തനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് എന്ന് ഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ബഫറ്റ് ആ സമയം ഉപയോഗിച്ചത് ചിന്തിക്കാനാണ്. അതായത് സാധാരണ വിജയിച്ച ആളുകളും ശരിക്കും വിജയിച്ച ആളുകളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? ശരിക്കും വിജയിച്ച ആളുകള് മിക്കവാറും എല്ലാ കാര്യങ്ങളോടും ഇല്ല എന്ന് പറയാൻ പഠിച്ചവരായിരിക്കും. കാരണം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തണമെങ്കിൽ അത്ര പ്രധാനമല്ലാത്ത കാര്യങ്ങളോട് നോ പറഞ്ഞേ പറ്റൂ. ഇതിനൊരു എളുപ്പവഴിയുണ്ട്. 25-5 നിയമം എന്നു പറയും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 25 ലക്ഷ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 എണ്ണത്തിനു ചുറ്റും ഒരു വട്ടം വരയ്ക്കുക. ആ 5 എണ്ണമാണ് നിങ്ങളുടെ ഫോക്കസ്. ഇനി ബാക്കിയുള്ള 20 എണ്ണം, അവ നിങ്ങളുടെ രണ്ടാമത്തെ പ്രയോറിറ്റി അല്ല, മറിച്ച് എന്ത് വില കൊടുത്തും ഒഴിവാക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റാണ്. കാരണം അവ നിങ്ങളെ ആ പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കും. ശരി, അപ്പം നമുക്ക് അറിവുണ്ട്, അതുപോലെ ആ അറിവ് ഉപയോഗിക്കാൻ സമയവുമുണ്ട്.
ഇനി വേണ്ടത് ഒരു ദിശയാണല്ലേ, ഒരു കോമ്പസ്. അതാണ് നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും ശീലം. ഒരു ആന്തരിക സ്കോർ കാർഡ് ഉപയോഗിക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് രീതിയിൽ ജീവിക്കാം. ഒന്ന്, ഒരു ബാഹ്യ സ്കോർ കാർഡ് വെച്ച്, അതായത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവർ നമ്മളെ എങ്ങനെ വിലയിരുത്തും എന്നൊക്കെ നോക്കി ജീവിക്കുന്നത്. മറ്റൊന്ന് ആന്തരിക സ്കോർ കാർഡാണ്. ഇവിടെ നമ്മുടെ സ്വന്തം തത്വങ്ങൾക്കും ശരികൾക്കുമനുസരിച്ചാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മുടെ വില നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്, മറ്റുള്ളവരല്ല. ഇത് മനസ്സിലാക്കാൻ ബഫറ്റ് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും നല്ല കാമുകൻ നിങ്ങളാണ്, പക്ഷെ എല്ലാവരും കരുതുന്നത് നിങ്ങൾ ഏറ്റവും മോശമാണെന്നാണ്. അതോ നിങ്ങൾ ശരിക്കും ഏറ്റവും മോശം കാമുകനാണ്, പക്ഷെ പുറമേക്ക് എല്ലാവരും കരുതുന്നത് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച ആളാണെന്നാണ്. ഇതിലേതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? നിങ്ങൾ ആരാണ് എന്നതാണോ, അതോ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണോ പ്രധാനം? ഈ ഒരു ചിന്ത വളർത്തിയെടുക്കാൻ ബഫറ്റ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പത്രവാർത്താ പരീക്ഷണം. ഏതൊരു വലിയ തീരുമാനം എടുക്കുന്നതിനു മുൻപ് ഇങ്ങനെ ചിന്തിക്കുക: നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം നാളത്തെ പത്രത്തിന്റെ 1-ാം പേജിൽ വരും. ഒരു സത്യസന്ധനായ പക്ഷെ അത്ര സൗഹൃദപരമല്ലാത്ത ഒരു റിപ്പോർട്ടറാണത് എഴുതുന്നത്. നിങ്ങളുടെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാം അത് വായിക്കും. അപ്പോ ആ വാർത്ത വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുമോ? ഇല്ലെങ്കിൽ ആ തീരുമാനം തെറ്റായിരിക്കും. അപ്പൊ നോക്കൂ, ഈ 3 ശീലങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്നവയല്ല. അവയെല്ലാം ചേർന്ന് ഒരു കിടിലൻ സിസ്റ്റമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ ശീലം വായന. നമ്മുടെ മഞ്ഞഗോളം ഉണ്ടാക്കാനുള്ള മഞ്ഞ് ശേഖരിക്കുന്നു. രണ്ടാമത്തെ ശീലം സമയം. ആ മഞ്ഞഗോളം ഉരുട്ടി വലുതാക്കാനുള്ള സ്ഥലം തരുന്നു. മൂന്നാമത്തേത് നമ്മുടെ ആന്തരിക സ്കോർ കാർഡ്. ആ ഗോളം ഏത് ദിശയിലേക്കാണ് ഉരുട്ടേണ്ടതെന്ന് കാണിച്ചു തരുന്ന ഒരു കോമ്പസ് പോലെ പ്രവർത്തിക്കുന്നു. അപ്പോ നിങ്ങളുടെ മഞ്ഞഗോളം ഉരുട്ടാൻ ഏത് ശീലമാണ് നിങ്ങൾ ആദ്യം തെരഞ്ഞെടുക്കാൻ പോകുന്നത്? വായനയാണോ, സമയം കൂടുതൽ ശ്രദ്ധിക്കുന്നതാണോ, അതോ സ്വന്തം തീരുമാനങ്ങളെ വിശ്വസിക്കുന്നതാണോ? ഓർക്കുക, എല്ലാം കൂടി ഒരുമിച്ചു തുടങ്ങണമെന്നില്ല. ഏറ്റവും പ്രധാനം തുടങ്ങുക എന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന ഒരെണ്ണം തെരഞ്ഞെടുത്ത് ഇന്നു തന്നെ തുടങ്ങുക. കാരണം ആദ്യത്തെ ഒരു തള്ളലിലാണ് കാര്യം. അവിടുന്ന് പിന്നെ കോമ്പൗണ്ടിങ്ങിന്റെ മാന്ത്രിക ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു തുടങ്ങും.